Hey guys, Namaskaram. This is Nandan and welcome back to Bald and Beard Vlogs. இன்னைக்கு ஒரு தமிழ் சினிமா தான் பார்த்தேன். ஒரு வெறித்தனமான ஒரு தமிழ் படம். அந்த படத்தை பத்தி தான் இந்த வீடியோல நான் பேச போறேன். സോറി ഗായ്സ്, അത് മലയാളത്തിൽ தான் பேச പോറാം. തമിഴ് വേണ്ട, തമിഴ് പറ്റാതെ. സോ മലയാളത്തിൽ പറയാം. ഇന്നേക്ക് നല്ല അടിപൊളി ഒരു തമിഴ് സിനിമ കണ്ടിട്ട് വന്നു. അതായത് നമ്മൾ ഗരുഡൻ, അതിന്റെ ട്രെയിലർ നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്നേക്കായിരുന്നു പടം റിലീസ്. സോ അത് നമ്മൾക്ക് ആ ട്രെയിലർ കാണുന്ന സമയത്ത് സൂരി അല്ലെങ്കിൽ ശശികുമാർ, നമ്മൾ ഉണ്ണി മുകുന്ദനൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് ഉണ്ണി മുകുന്ദൻ ഉണ്ട്. സോ എന്നാൽ എന്തായാലും ഒരു കാണാം, എന്നാലും ഒരു നല്ല പടമായിരിക്കും എന്ന വിശ്വാസത്തോടു കൂടി തന്നെയാണ് പോയത്. എക്സ്പെക്ടേഷൻ അധികമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും പടം ഒന്ന് കാണാം പോയിട്ട് എന്ന രീതിയിൽ പോയിട്ട് കണ്ടു. വെറിത്തനമാണ് ഒരു പടം. ഗരുഡൻ എന്ന പടം ഇന്ന് പോയിട്ട് കണ്ടു. 2.5 മണിക്കൂറുള്ള പടം ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അത്ര ഗ്രിപ്പിങ്ങോട് കൂടി നമ്മൾ ഒരു സമയത്തും 2.5 മണിക്കൂർ ഒരു സമയത്തും ബോറടി ഇല്ലാതെ നല്ല എൻഗേജ് ആയിട്ട്, എന്താ പറയാ, നല്ല ഗ്രിപ്പോടുള്ള ആ ഒരു സ്ക്രിപ്റ്റ്. ആ സ്ക്രിപ്റ്റ് ആണ് ഈ പടത്തിന്റെ എനിക്ക് തോന്നുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സാധനം. ഈ സ്ക്രിപ്റ്റ് ആണ് ഇതിന്റെ വിജയം എന്ന് പറയുന്നത്. സോ അത്തരത്തിലുള്ള പടം നമ്മൾ ഒരുപാട് പടങ്ങൾ, തമിഴ് പടങ്ങൾ ഒരുപാട് ഇങ്ങനത്തെ കണ്ടിട്ടുണ്ട്. അതായത് നല്ല ഗ്രിപ്പില്, നമ്മളെ നല്ല മ്യൂസിക്, നല്ല സിനിമാറ്റോഗ്രാഫി, നല്ല കഥ, അതാണ് ആക്ഷനും ഇമോഷനും ഒക്കെ ആയിട്ട് കുറെ പടങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സിനിമയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സിനിമയാണ് ഗരുഡൻ. സോ കഥയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഒരുപാട് സിനിമയിലൊക്കെ കണ്ട് പരിചയമുള്ള ഒരു ഒരു ലൈൻ തന്നെയാണ്. ഒരു സിറ്റിനുള്ളിൽ അകത്തുള്ള ഒരു ഗ്രാമം. ആ ഗ്രാമത്തില് ഒരുപാട് ബിസിനസ്സും കാര്യങ്ങൾ നടക്കുന്ന, ഒരുപാട് പണം, പൈസ അതുകൊണ്ട് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ഒഴുകുന്നുണ്ട്. സോ ഇതെല്ലാം ഈ സിറ്റി അല്ലെങ്കിൽ ആ ഗ്രാമം മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് ഒരു കോവിലിൽ, അതായത് അമ്പലത്തിന്റെ അണ്ടറിലാണ് ഇതെല്ലാം നടക്കുന്നത്, എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഈ അമ്പലം ആരാണ് നോക്കി നടത്തുന്നത് വെച്ചാൽ നമ്മുടെ ശശികുമാറും അതേപോലെ ഉണ്ണി മുകുന്ദനും, ഇവര് ഫ്രണ്ട്സ് ആണ്. സോ ഇതില് ഉണ്ണി മുകുന്ദന്റെ കഥാപാത്രം നല്ല ഭയങ്കര വിശ്വാസമുള്ള, ഭയങ്കരമായ വിശ്വാസിയായ ഒരു കഥാപാത്രമാണ്. സോ ഇവരെ ഈ രണ്ടാൾക്കാരെ ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു നൻപൻ നല്ല ഒരു ഒരു മേലധികാരി എന്നൊക്കെ പറയുന്നില്ല, അതേപോലെ ഒരു ക്യാരക്ടറാണ് സൂര്യ ചെയ്യുന്നത്. ഇവർക്ക് ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ഉള്ള ഒരു കഥാപാത്രമായിട്ട് അവരെ നോക്കി നടത്താൻ വേണ്ടിയിട്ട് ഒരു കാര്യസ്ഥൻ, ആ ഒരു ലെവലിലൊരു കഥാപാത്രം സൂര്യയും കൂടി ചെയ്യും. സോ ഈ ഗ്രാമത്തെ ആക്രമിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്യുന്ന, രാഷ്ട്രീയപരമായ മുതലെടുപ്പിന് വേണ്ടി ആക്രമിക്കാൻ അല്ലെങ്കിൽ അത് ഇങ്ങനെ പിടിച്ചെടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരു മിനിസ്റ്റർ. സോ അവര് അത് ചെയ്യുന്നു. അതിന്റെ പൊളിറ്റിക്കലായ നീക്കങ്ങൾ, കാര്യങ്ങൾ അത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അത് എങ്ങനെയാണ് അവസാനിക്കുന്നത്, അതിന്റെ കഥയൊക്കെയാണ് ഇത് പറയുന്നത്. റിവെഞ്ചും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഇതിൽ ആക്ഷനും ഒക്കെ ഉണ്ട്. അങ്ങനെയാണ് കഥ പോകുന്നത്. നല്ല ഗ്രിപ്പായിട്ടുള്ള കഥയാണ്. സോ ഇങ്ങനെയാണ് കഥ പോകുന്നത്. സോ ഇതിലേക്ക് വരുന്നതാണ് എനിക്ക് ഫസ്റ്റ് ഇഷ്ടപ്പെട്ട, ഞാൻ പറയും, ഇതിന്റെ സ്ക്രിപ്റ്റ്. ഈ സ്ക്രിപ്റ്റ് പറഞ്ഞാൽ ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആണ്. സോ അതുകൊണ്ട് നമുക്ക് ഒരു 2 മിനിറ്റ് പോലും അല്ലെങ്കിൽ 1 മിനിറ്റ് പോലും നമുക്ക് ബോറടിക്കുന്നില്ല പടത്തിൽ. നല്ല അടിപൊളി എൻഗേജിങ് അല്ലെങ്കിൽ ഗ്രിപ്പോടുള്ള സ്ക്രിപ്റ്റ്. അത് ത്രൂ ഔട്ട് ദ സിനിമ നമ്മൾ പിടിച്ചിരുത്തുന്നുണ്ട്. അതേപോലെ യുവൻ ശങ്കർ രാജന്റെ മ്യൂസിക് ഒരു രക്ഷയില്ല. യുവൻ ശങ്കർ രാജന്റെ മ്യൂസിക് അതിലുണ്ട് എന്ന് ഉറപ്പിച്ചത് തന്നെ കണ്ടപ്പോൾ നമ്മൾ ഉറപ്പിച്ചത് നല്ല മ്യൂസിക് എന്തായാലും ഉണ്ടാവുന്നു. ആ ഒരു ബിജിഎമ്മും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതിന്റെ പാട്ടും കാര്യങ്ങളൊക്കെ അടാറ് ലെവൽ. പിന്നെ ഇതിൽ എനിക്ക് എടുത്തു പറയാനുള്ള ഇതിന്റെ ആക്ഷൻ സീക്വൻസും വേറെ ലെവലായിട്ടുണ്ട്. അതിലും എടുത്തു പറയാനുള്ളത് ഈ ശശികുമാറും അതേപോലെ ഉണ്ണി മുകുന്ദനും, അവരെ കുറെ കാലത്തിന് ശേഷം നല്ലൊരു കഥാപാത്രം. അത് ഉണ്ണി മുകുന്ദനെല്ലാം സമയത്ത് ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്തിട്ടില്ല. നന്നായിട്ട് അടിപൊളിയായിട്ട് ഉണ്ണി മുകുന്ദൻ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ ഇതിൽ എനിക്ക് തോന്നുന്നത് തമിഴ് സിനിമയിൽ ഉണ്ണി മുകുന്ദൻ ഒരു ഫുഡ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു കാലെടുത്ത് വെക്കലായിരിക്കും. ബിക്കോസ് അതേപോലുള്ള ഒരു അടിപൊളി ക്യാരക്ടറാണ് മുമ്പ് കിട്ടിയിട്ടുള്ളത്. സോ അത് നല്ല വെടിപ്പായിട്ട് മൂപ്പര് ചെയ്തിട്ടുണ്ട്. നമ്മള് കേരളത്തിൽ പറയുന്ന പോലെ നല്ല കാലിബറുള്ള നടനാണ്. സോ തമിഴ്നാട്ടിൽ പോയിട്ട് തെളിയിച്ചിട്ടുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത്. സോ അതേപോലെ ക്യാരക്ടർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ശശികുമാറും അതേപോലെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവരെ മുമ്പിൽ ഇവരെ പെർഫോമൻസിന് ഒന്നുമല്ലാതാക്കുന്ന പെർഫോമൻസ് ആണ് സൂരി ഇതിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. മൂപ്പരൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, വിടുതല എന്ന് പറഞ്ഞിട്ട്, നമ്മളെ വിജയ് സേതുപതിന്റെ ഒപ്പം ഒരു ക്യാരക്ടർ ചെയ്തു. ആ സിനിമ ഞാൻ തിയേറ്ററിൽ പോയിട്ടല്ല, തിയേറ്ററിൽ കണ്ടതാണ്. സോ ഈ പടം കണ്ടപ്പോൾ തന്നെ നമ്മൾ മൂപ്പര കാലിബർ നമുക്ക് മനസ്സിലായി. അതിനു മുമ്പ് മൂപ്പര് സൂര്യ ഫുള്ള് കോമഡി കഥാപാത്രം, നമ്മുടെ ജില്ലയിലൊക്കെ അങ്ങനത്തെ കുറെ കഥാപാത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊന്നൊരു വരവ്, ഇതൊരു വേറെ തന്നെ മൂപ്പര ഗ്രാഫ് വേറെ ലെവലിലേക്ക് എടുത്ത് മാറ്റിയതായിരുന്നു വിടുതല്. പക്ഷെ ഇതിലെ കഥാപാത്രം, ഇതിലെ ആക്ടിങ്ങും പെർഫോമൻസും വേറെ ലെവൽ, വെറുത്തരം നോക്കിയിട്ടും വെറുത്തരമായിട്ടുണ്ട്. സോ ആ പടത്തിനേക്കാൾ ഒരുപടി മുമ്പിലായിരിക്കും ഈ പടത്തിലെ സൂര്യയുടെ കഥാപാത്രവും പെർഫോമൻസും. ഒരു അവാർഡ് വിന്നിങ് സംഭവങ്ങളൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു. ഒരുപാട് ഗൂസ് സീനും എൻഗേജിങ് സീനും നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന സീനും ഇമോഷൻസും പാട്ടും ആക്ഷനും ഒക്കെ അടിപൊളി, ഒരു നീറ്റ് ആൻഡ് ക്ലീൻ പടം. സോ നിങ്ങൾ അടുത്ത തിയേറ്ററിൽ ഇതുണ്ടെങ്കിൽ മിസ്സാക്കാൻ പാടില്ല. എന്തായാലും തിയേറ്ററിൽ പോയിട്ട് കാണുക. എനിക്ക് അധികം ഷോകളൊന്നും ഇല്ല, കേരളത്തിൽ വളരെ കുറവാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഒരു തിയേറ്ററിൽ മറ്റേ കളിക്കുന്നില്ലു, ഷോവും കുറവാണ്. പക്ഷെ ഇത്തരത്തിലുള്ള സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയും.
അത്തരത്തിലുള്ള തമിഴ്നാട്ടിൽ വേറെ ലെവലായിരിക്കും. ഐ മീൻ ഒരു എന്തായാലും ഒരു ഡീസന്റ് വാച്ച്, ഡീസന്റ് അല്ല അതിനേക്കാൾ മുകളിൽ ഒരു അടിപൊളി ത്രില്ലർ പടം കണ്ട ആ ഒരു ഇതാണ് ഞാൻ വന്നിരുന്ന് സംസാരിക്കുന്നത്. സോ എന്തായാലും മിസ്സാക്കണ്ട, പേര് മറക്കണ്ട, ഗരുഡൻ, നമ്മൾ ഉണ്ണി മുകുന്ദനും എല്ലാവരും കാര്യങ്ങളൊക്കെ ഉണ്ട്, പോയിട്ട് കാണാം അടുത്ത തിയേറ്ററിൽ. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.